INS ഗോദാവരിയിലെ പീരങ്കികൾ പ്രോഗ്രസ് ലൈറ്റിന് കനത്ത നാശം വിതച്ചു. ഗോദാവരിയിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഹെലികോപ്റ്ററുകളിൽ നിന്ന് കമാൻഡോകൾ പ്രോഗ്രസ് ലൈറ്റിന്റെ ഡെക്കിൽ നിറത്തോക്കുകളുമായി സ്ഥാനം പിടിച്ചു. അങ്ങനെ തന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ലുത്തൂഫി കീഴടങ്ങുന്നതായി പ്രഖ്യാപിച്ചു. പ്രോഗ്രസ് ലൈറ്റിലെ ബന്ദികളെ മോചിപ്പിച്ചു. ലുത്തൂഫിയും കൂട്ടരെയും ബന്ദികളാക്കി INS ഗോദാവരി മാലദ്വീപിലേക്ക് തിരിച്ചു. ലുത്തൂഫിയും കൂട്ടരെയും തടവിലാക്കിയെന്ന വിവരം പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പ്രസിഡന്റ് അബ്ദുൽ കയൂമിനെ അറിയിച്ചു. അക്രമികളെ മാലദ്വീപിന് കൈമാറിയതോടെ ഓപ്പറേഷൻ കാറ്റസിന് തിരശ്ശീല വീണു. പിന്നീടുള്ള കുറച്ചു നാളുകൾ ഇന്ത്യൻ സേനയുടെ കാവലിലായിരുന്നു മാലദ്വീപ്സ്. സ്ഥിതിഗതികൾ ശാന്തമായതോടുകൂടി ഇന്ത്യൻ സേന മാലിയിൽ നിന്നും പിൻവാങ്ങി. ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ അനുമോദിച്ചു. അമേരിക്കയും ബ്രിട്ടനും ഇന്ത്യയുടെ സമയോചിത ഇടപെടലുകൾ പ്രശംസിച്ചുകൊണ്ട് സന്ദേശം അയച്ചു. എന്നാൽ ഇന്ത്യയുടെ ഈ നടപടിയിൽ അസംതൃപ്തി അറിയിച്ച രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം